ഉത്തർപ്രദേശിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ വൈകുന്നു. അറിഞ്ഞാലും ഇവിടുത്തെ മാധ്യമങ്ങൾ, കാരണം ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJP സർക്കാരാണ്, അതും നല്ല തൻ്റെയുടെ നിലപാടും ഒക്കെയുള്ള ചങ്കുറപ്പുള്ള യോഗി ആദിത്യനാഥാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് മോശമാണെങ്കിൽ കൃത്യമായി മാധ്യമങ്ങൾ എത്തിക്കാറുണ്ട്, നല്ലതാണെങ്കിൽ അത് എത്തിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഈ ഹദ്രാസിലെ പെൺകുട്ടിയുടെ കാര്യവും ജമ്മു കാശ്മീരിലെ കത്തൂരിലെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും പിന്നെ ഹർത്താൽ വരെ നടത്തിയ നാടാണ് കേരളം. പക്ഷേ UP-യിലെ ഗാസിയാബാദിൽ നടന്ന അതിക്രൂരമായ ഒരു ലവ് ജിഹാദിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു മതപരിവർത്തനത്തിൻ്റെ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതായത് മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. വളരെ ക്രൂരമായ കാര്യങ്ങളാണ് അവൾ ഈ പ്രണയം, ലവ് ജിഹാദ്, പ്രണയം എന്ന് പറയുന്ന പേരിൽ നടത്തുന്ന ഇത്തരം ലവ് ജിഹാദിൽപ്പെട്ട് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കണ്ടായിരുന്നു ആ വാർത്ത? കണ്ടായിരുന്നു. വളരെ ഞെട്ടിക്കുന്നതും സങ്കടകരവുമാണ് ഈ വാർത്ത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, UP-യിൽ ഒരു പട്ടി ചത്താൽ കേരളത്തിൽ ഹർത്താൽ നടത്തുന്ന ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള മതനിരപേക്ഷതയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ആളുകളൊന്നും തന്നെ ഈ കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടില്ല, പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല. നിരാഹാര സമരങ്ങളില്ല, മെഴുകുതിരി പ്രാർത്ഥനകളില്ല, ഒന്നുമില്ല. പന്തംകുളത്ത് പ്രതിഷേധവുമില്ല. രണ്ടാമത്തത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില മതേതര മാധ്യമങ്ങളുണ്ട്, മാധ്യമ സിംഹങ്ങളുണ്ട്. രാത്രിയിൽ വന്നിരുന്ന് ഘോരഘോരം ചർച്ച ചെയ്യുന്ന മാധ്യമ സിംഹങ്ങളൊന്നും തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ വയസ്സായിട്ട് ഒരു പ്രയാസവുമില്ലാതെ റോഡിൽ കൂടെ നടന്നു പോകുന്ന പിന്നെ പ്രായമായിട്ട് ചത്തുപോയ ഒരു പട്ടിക്ക്, ആ പട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, ആ പോസ്റ്റ്മോർട്ടത്തിൽ യോഗി കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ആ തരത്തിലേക്ക് UP-യെ മാറ്റുന്ന തരത്തിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് അവർ ചർച്ച ചെയ്യും. യഥാർത്ഥത്തിൽ ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വിഭാഗത്തിനെതിരെ പറയുന്ന വാക്കാണ്. നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകിയ കുറേ ആളുകളുണ്ടായിരുന്നു. ഇവർക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആർഷവിദ്യാ സമാജത്തിൻ്റെയും അതുപോലെ തന്നെ പല സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും അടുത്ത് പോയാൽ അവരുടെ കേസ് ഡയറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലവ് ജിഹാദ് ഉണ്ടോ. നിർബന്ധിച്ച് പ്രണയിച്ച് പ്രണയം ഒരു മറയാക്കി മതം മാറ്റുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ UP-യിൽ സംഭവിച്ചത് എന്താ? ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തി, അതായത് ഗാസിയാബാദിലാണ് ഇത്തരമൊരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഗാസിയാബാദിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒരു കുട്ടിയെ, ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ, അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു കുട്ടിയെ ഒരു മുസ്ലിം യുവാവ് പ്രണയിക്കുന്നു. ആ യുവാവിൻ്റെ പേര് എനിക്ക് തോന്നുന്നു അഡാർ, ഒരു അഡാർ വരുന്നുണ്ടല്ലേ? അതെ, ഫറാസ് അഡാർ. ഈ അഡാർ ആണ് ഇവൻ. അപ്പം അഡാർ ഐറ്റം തന്നെയാണ്. പെൺകുട്ടിക്ക് 20 കോടി സ്വത്തിന്റെ മൂല്യമുണ്ട് എന്നാണ് പറയുന്നത്. ഗാസിയാബാദിലെ കവിനഗർ പ്രദേശത്താണ് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാസിയാബാദിലെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ഇയാൾ പ്രണയിക്കുന്നു. പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പ്രണയത്തിൽ നമ്മൾ എന്തും അങ്ങ് വിശ്വസിച്ച് പോകും. അയാളുടെ ന്യൂനതകളോ അയാളുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഓർമ്മിക്കാറില്ല എന്നുള്ളതാണ്. അതാണ് പ്രണയത്തിൻ്റെ ഒരു മഹത്വം. പക്ഷേ ആ മഹത്വമാർന്ന പ്രണയത്തെ ഇത്തരം വൃത്തികേടുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇയാളുമായിട്ട് വലിയ പ്രണയത്തിലാകുന്നു. ആ പ്രണയബന്ധം അങ്ങേ അറ്റത്ത് അഗാധ തലങ്ങളിലേക്ക് എത്തുന്നു. അവിടെ ആ പെൺകുട്ടിയോട് പിന്നെ ഇയാൾ പറയുന്നത് എന്താണ്? തൻ്റെ മതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇയാൾ ഈ പെൺകുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. എന്താണ്? നിസ്കരിക്കണം, നിർബന്ധമായി നിസ്കരിക്കണം, മതപ്രബോധനങ്ങൾ നടത്തണം, പ്രാർത്ഥന നടത്തണം. അങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതിൻ്റെ വീഡിയോ എടുത്ത് ഇയാൾക്ക് അയക്കണമെന്നാണ് പറയുന്നത്. വളരെ ദുഃഖകരമാണ് അല്ലേ? അതായത് പാർത്ത ഈ പെൺകുട്ടിയുടെ അച്ഛൻ ക്യാൻസർ രോഗിയാണ്, ശാരീരിക അവശതകളുള്ള അച്ഛനാണ്. അപ്പോൾ കൃത്യമായി പെൺകുട്ടിയുടെ ഇത്തരം പ്രണയങ്ങളിൽ ഇടപെട്ടത് നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ അച്ഛനുണ്ട്. ഇതാണ് ഈ ഫറാസ് അഡാർ മുതലാക്കിയത് എന്നുള്ളതാണ്. അതായത് ഇയാൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല, ഇയാൾ തന്നെ വഞ്ചിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടിക്ക് പിന്നീട്, അതായത് മരിക്കുന്നതിന് ഡിസംബർ 11 ഈ പെൺകുട്ടി വീടിന് മുകളിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പൊ ഈ ബുധനാഴ്ചയാണ് ഈ പ്രതിയെ ഫറാസ് അഡാറിനെ പോലീസ് പിടികൂടുന്നത്. അപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് അറിയാം താൻ
പിന്നെ തന്നെ ഇയാൾ വിവാഹം കഴിക്കില്ല, ഇയാളുടെ ഉദ്ദേശം വേറെയാണ്. കുടുംബാംഗങ്ങൾക്ക് വരെ ഈ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ടുണ്ട്. മതം മാറാനായി നിർബന്ധിച്ചു കൊണ്ടിരുന്നു, ലഹരിക്കടിമയാക്കി. അതായത് നിന്നെ ഞാൻ വിട്ടുപോകും, നീ ലഹരി ഉപയോഗിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞ് പ്രണയം നടിച്ചുകൊണ്ട് ലഹരിക്കടിമയാക്കി. നിസ്കരിക്കാൻ പഠിപ്പിച്ചു. 5 നേരം നിസ്കരിക്കുന്ന പിന്നെ ഫോട്ടോ, അത് തനിക്ക് ഓരോ 5 നേരം നിസ്കരിക്കുന്ന ഫോട്ടോസ് ഓരോ സമയം നിസ്കരിച്ച് കഴിയുമ്പോൾ തനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. മാത്രമല്ല പല തവണ ഈ പെൺകുട്ടിയെ അബോർഷനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പ്രണയം ആ സമയം മുതൽ പല തവണ ഈ പെൺകുട്ടി അബോർഷൻ ഇടയാക്കിയിട്ടുണ്ടെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ഈ പെൺകുട്ടിയുടെ മരണശേഷം പെൺകുട്ടിയുടെ മുറി പോലീസ് പരിശോധിച്ചു. പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നൊരു ഡയറി കിട്ടി. ആ ഡയറിയിൽ ഈ പെൺകുട്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പോലീസിനെ ഞെട്ടിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് ഇയാൾക്ക് ബന്ധുക്കൾക്ക് കാഴ്ചവെക്കാനും ഇയാൾക്ക് ഉപഭോഗ വസ്തുവാക്കാനും ഇയാളുടെ മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാനുമുള്ള ഒരാളായി മാത്രമാണ് ഇയാൾ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നത് എന്നാണ്. മാത്രമല്ല ഇസ്ലാം മത ആചാരങ്ങൾ എപ്പോഴും പഠിക്കണം. ഈ പ്രണയിച്ച അന്ന് തന്നെ, പ്രണയം പറഞ്ഞ അന്ന് തന്നെ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ എപ്പോഴും പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പെൺകുട്ടിയെ ചേർത്തു. മാത്രമല്ല മൗലാനമാരുടെ പ്രസംഗം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണമെന്നാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മകൾ നിസ്കരിക്കുന്നതും ബുർഗ ധരിക്കുന്നതും ഈ പെൺകുട്ടിയുടെ അച്ഛൻ കാണുമെങ്കിലും അയാൾക്കത് പറഞ്ഞ് തിരുത്താൻ കഴിഞ്ഞില്ല. കാരണം അന്ധയായ പ്രണയത്തിനടിമയായിരുന്നു അവൾ എന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നെ ഇയാൾ അത് മാത്രമല്ല, ഈ ഫറാസ് അറാർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ പെൺകുട്ടിയെയും കുടുംബത്തെയും കൂടി ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. 2021 ഗർഭം അലസിപ്പിച്ചതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട്. പല തവണ ഈ പെൺകുട്ടിക്ക് ഗർഭം അലസിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അപ്പോൾ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ക്രൂരമായ കാര്യമാണ് പാർത്ഥ നടക്കുന്നതെന്ന് നോക്കൂ. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്നു, പ്രണയം നടിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ശരീരം ഉപയോഗിക്കുന്നു, പിന്നീട് സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാൻ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നു, ലഹരി ഉപയോഗം പഠിപ്പിക്കുന്നു, പിന്നീട് കൂട്ടിക്കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം പല തവണ ഗർഭിണിയാക്കി, 21-22 വയസ്സുള്ള പെൺകുട്ടിയാണ്, പല തവണ ഗർഭിണിയാക്കി അവളെ അലസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഇസ്ലാം മതമാണ് ലോകത്തുള്ള എല്ലാത്തിലും വലുത്, ഇസ്ലാമിനപ്പുറം ഒരു മതമില്ല, നീയും നിൻ്റെ കുടുംബാംഗങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ നിന്നെയും നിൻ്റെ കുടുംബാംഗങ്ങളെയും ഇല്ലാതാക്കി കളയുമെന്ന ഭീഷണിപ്പെടുത്തൽ. പലപ്പോഴും ഈ പെൺകുട്ടിയെ ശാരീരികമായി വലിയ രീതിയിൽ മർദ്ദിക്കുന്നു. ഈ പെൺകുട്ടി ഫോൺ എടുത്തില്ലെങ്കിലോ നിസ്കരിക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിലോ പിന്നെ ഈ ബുർഗ ധരിച്ചില്ലെങ്കിലോ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ഇയാൾ എത്തുന്നു. അപ്പോൾ മനം മടുത്ത് സഹികെട്ട് വയറിലൊരു കുഞ്ഞു കൂടി ഉള്ളപ്പോഴാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം മാനസിക പീഡനവും കൂടി ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും. ഇത് യു പിയിലെ ഗാസിയാബാദിലായതുകൊണ്ട് യു പി ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. എന്തായാലും ഇവൻ്റെ കാര്യത്തിൽ ഒരു അടാറ് പണി തന്നെ ഫറാസിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം യോഗി കൃത്യമായ നിലപാട് സ്വീകരിക്കും. മതപരിവർത്തനം ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് കണ്ടില്ല എങ്കിലും നമ്മളെപ്പോലുള്ള കുറച്ച് സത്യസന്ധരായ നിഷ്പക്ഷരായ മാധ്യമ പ്രവർത്തകർ ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. അല്ല, ഇതാണ് ലവ് ജിഹാദ്, ഇതാണ് നാർക്കോട്ടിക് ജിഹാദ്. കുറേ അധികം ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇത് ഇനിയെങ്കിലും ഇതാണ് സംഭവം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിൽ പോലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും BSPയും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ നടന്നിരുന്നിരുന്നു, അല്ലെ എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യുന്നു.